ഹായ് ഗൈസ്, ഇത് കണ്ടോ? ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ആനുവൽ എക്സാമിന് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആകെ 2 ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒരുപാടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും വെറും 2 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ, നമ്മളുടെ 8ാം ക്ലാസ്സിൽ ഇനി ജയിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ് അല്ലെ. ഇതുവരെ ഓൾ പാസ് ആയിരുന്നു. പക്ഷെ ഇനി എന്ത് വേണം? 30% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ആ കാര്യം നിങ്ങൾക്കൊക്കെ അറിയുന്നല്ലേ. ആ 30% എന്ന് പറഞ്ഞാൽ എത്ര മാർക്ക് വേണം? നിങ്ങൾക്ക് 40ൽ 12 മാർക്ക് ഉണ്ടായാലും മാത്രമേ മക്കളെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ എത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് മക്കളെ പഠിച്ചു കഴിഞ്ഞാൽ 8 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. 8 മാർക്ക് സ്കോർ ചെയ്ത് ബാക്കി 4 മാർക്ക് മതിയില്ലേ? ബാക്കി 4 മാർക്കിനുള്ളത് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. അപ്പോൾ 8 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് മസ്തുദ ഇവിടെ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാൻ പോവാണ്. നിങ്ങൾക്ക് വിശ്വാസം ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കട്ടിങ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അത്രയും 100% ഷുവർ ആണടാ, ഈ 2 ക്വസ്റ്റ്യന് ഈ ഒരു ആനുവൽ എക്സാമിനും ഈ ഫൈനൽ എക്സാമിനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അപ്പൊ നമുക്ക് പഠിച്ചാലോ അടിപൊളിയായിട്ട്. അതിന്റെ മുന്നേ ഏതെങ്കിലും മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദാ നോക്ക്. ദ ടേബിൾ ബിലോ ഷോസ് ദ എംപ്ലോയീസ് ഓഫ് എ ഫാക്ടറി സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ ഡെയിലി വേജസ്. ഡ്രോ ദ ഹിസ്റ്റോഗ്രാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ നിങ്ങളോട് എന്തായാലും ചോദിക്കും. 2 കാര്യങ്ങളെ ചോദിക്കൂ. അതിൽ ഒന്നാമത്തെ എന്താണ്? ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ് മക്കളെ നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, ഒരു വ്യവസായശാലയിലെ തൊഴിലാളികളുടെ ദിവസ വേതനത്തെ തരം തിരിച്ച പട്ടിക താഴെ കൊടുത്തിരിക്കുന്നു. ആവൃത്തി ചതുരം വരയ്ക്കുക. ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ ആവൃത്തി ചതുരമാണ് മക്കളെ നിങ്ങളുടെ ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചാലോ? എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതാ നോക്ക്, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, ഇനി ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇത് 2 ആക്സിസുകളാണ്. ആൻഡ് ഇവിടെ നോക്ക്, 200 to 600 അങ്ങനെ ഒരു ക്ലാസ് ആയിട്ട് തന്നിട്ടില്ലേ? ഇതാ നോക്ക്, 500 to 600 ആണ് അല്ലെ, 600 to 700 ഇങ്ങനെ തന്നിട്ടില്ലേ? അത് നമ്മൾ എവിടെ എടുക്കുക? ഈ താഴെ എടുക്കുക. ഈ ഡെയിലി വേജ് എവിടെ എടുക്കുക? താഴെ എടുക്കുക. ഡെയിലി വേജ് താഴെയാണ് എടുക്കേണ്ടത്. ഡെയിലി വേജ് താഴെ. ആൻഡ് മറ്റേത് എന്താണ്? തൊഴിലാളികളുടെ എണ്ണം അല്ലെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. നമ്പർ ഓഫ് എംപ്ലോയീസ് മക്കൾ എന്തെടുക്കുക? ഇവിടെ എടുത്തു, y ആക്സിസിലും എടുത്തു. ഓക്കെ, ഇതിലും എടുത്തു. സിമ്പിൾ കാര്യം. ഇനി മക്കൾ നോക്ക്, 500 to 600, 600 to 700 അങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോക്ക്, ആദ്യത്തെ 0 ഇടാം. എന്നിട്ട് 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഇത് അങ്ങനെ പോയിന്റ്സ് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഇങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്ത്. ഓക്കെ, ഇവിടെ എന്ത് കൊടുക്കുക? ആദ്യത്തെ നമ്പർ ആയിട്ടുള്ള 500 കൊടുക്കുക. ദെൻ 600, ദെൻ 700, ദെൻ 800, ഇനി 900. എത്ര വരെ ഉണ്ട്? 1000 വരെ ഉണ്ട് അല്ലെ. 1000 വരെ മിസ് മാർക്ക് ചെയ്തു. ഓക്കെ, 1000 വരെ മിസ് മാർക്ക് ചെയ്തു. ഇനി നമ്പർ ഓഫ് എംപ്ലോയീസ്, എത്ര എംപ്ലോയീസ് ആണ്? ഏറ്റവും വലുത് എത്ര വരുന്നത്? 10 വരെയാണ് അല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 0 താഴെ 0 അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ 2, 4, 6 അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 10 വരെയല്ലേ വരുന്നുള്ളൂ, 1, 2, 3 പറഞ്ഞു കൊടുത്താലും മതി. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? 1, 2 തന്നെ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇത് അങ്ങനെ മാർക്ക് ചെയ്യുന്നു. 1 സെന്റിമീറ്ററുള്ള പോയിന്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്തു. യെസ്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 മാർക്ക് ചെയ്തു. സിമ്പിൾ കാര്യം. ഇനി നമ്മൾ വരയ്ക്കാൻ പോവാണ്. നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നോക്ക്, 500 to 600 ഡെയിലി വേജുള്ള എത്ര തൊഴിലാളികളുണ്ട്? 6 തൊഴിലാളികളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ നോക്ക്, ഇവിടെ എന്ത് ചെയ്യണം? 500 to 600 കിട്ടുന്നത് 6 തൊഴിലാളികളാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. 6 വരെയുള്ള ഒരു പെട്ടി വരയ്ക്കാം. ഒരു റെക്റ്റാങ്കിൾ അങ്ങ് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. 500 to 600 കൊള്ളുന്ന രീതിയിൽ എന്ത് വരയ്ക്കുക? ഒരു റെക്റ്റാങ്കിൾ 6 വരെ. ഇനി അടുത്ത് നോക്ക്, 600 to 700 എത്ര ആളുള്ളത്? 8 ആൾക്കാരുണ്ട് അല്ലേ. 600 to 700 കിട്ടുന്നത് 8 ആൾക്കാരുണ്ട്. അപ്പൊ 600 to 700 എന്ത് ചെയ്യാതെ ഇവിടെ മുതൽ ഇവിടം വരെ എത്ര വരെ? ഇതുവരെയാണ് 8 വരെ ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇതാ നോക്ക്, ഇങ്ങനെ അങ്ങോട്ട് വരച്ചാൽ മതി. യെസ്, ഇതുപോലെ അങ്ങ് വരയ്ക്കാം. സിമ്പിൾ കാര്യമല്ലേ? സിമ്പിൾ കാര്യം. ഇനി
ഇനി അടുത്തത് നോക്ക്. 700 to 800 10 അല്ലെ? 700 to 800 10. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 700 to 800 വരെ 10 വരെ കൊള്ളുന്നത് 10 വരെയുള്ള റെക്റ്റാങ്കിൾ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. സിമ്പിൾ ആയില്ലേ? സിമ്പിൾ അല്ലേ കാര്യം? ഇനി അടുത്തത് നോക്ക്. 800 to 900 6. 800 to 900 എത്രയാണ്? 6 അപ്പൊ 6 വരെയുള്ളത് ഇവൻ വരെയുള്ളത് വരച്ചു കൊടുക്കാം. യെസ്. ഇനി അടുത്തത് 900 to 1000 4. അപ്പൊ എന്ത് ചെയ്യാ? 900 മുതൽ 1000 വരെ 4 വരെയുള്ളത് ഇവിടെ വരെ ഇങ്ങനെ പോയിട്ട് ഇവിടെ വരെ. യെസ്. ഇതാണ് നമ്മളുടെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യല്ലേ? അപ്പൊ നമുക്ക് തന്ന ക്ലാസ് എന്ന് പറയുന്നത് താഴെ ഈ ആക്സിസിൽ, അതിൽ എക്സ് ആക്സിസ് എന്നാണ് പറയാ, ഇതിലെടുക്കുക. ഇതിൽ മുകളിലോട്ട് എന്തെടുക്കുക? നമ്പർ ഓഫ് എംപ്ലോയീസ് ആവാം, ചിലപ്പോൾ കുട്ടികളുടെ എണ്ണാവാം, എന്തായിക്കോട്ടെ അത് മുകളിലേക്കും എടുക്കുക. സിമ്പിൾ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനത്തെ റെക്റ്റാങ്കിൾസ് വരച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഹിസ്റ്റോഗ്രാം കിട്ടി. ഓക്കെ, സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ വേറൊരു കാര്യം പറയാനുണ്ട്. മക്കൾക്ക് ഇതിന്റെ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, റെഡി? ദെൻ അടുത്ത നോക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കാനാ പറയാ. എന്താണ്? ഫ്രീക്വൻസി ടേബിൾ ആണ് നിങ്ങളോട് വരയ്ക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹിസ്റ്റോഗ്രാം ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? ഫ്രീക്വൻസി ടേബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതുപോലെ കുറച്ച് നമ്പേഴ്സ് തരും, ഇതിന്റെ ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കാൻ. ഈ നമ്പേഴ്സ് എന്താണ്? 30 സ്റ്റുഡൻസിന്റെ മാർക്കാണ്. ഓക്കെ, സ്കോർസ് ഒബ്റ്റെയിൻഡ് ബൈ 30 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ടെസ്റ്റ്. ഓക്കെ, 30 സ്റ്റുഡൻസിന്റെ ക്ലാസ് ടെസ്റ്റിൽ കിട്ടിയ മാർക്കാണ് ഇവന്റെ എന്താ വരയ്ക്കേണ്ടത്? ഫ്രീക്വൻസി ടേബിൾ ആണ്. എങ്ങനെയാ വരയ്ക്കാന്ന് പറഞ്ഞു തരട്ടെ. അതായത് സിമ്പിൾ കാര്യമാണ്. ഇതുപോലെ എന്ത് ചെയ്യാം? ഒരു പട്ടിക വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് എന്ത് കൊടുക്കുക? സ്കോർസ്. ഇവിടെ നമ്മൾ സ്കോർസ് എഴുതും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്താം? മാർക്ക് അല്ലേ? അടുത്തതെന്ന് പറയുന്നത് ടാലി മാർക്കാണ്. ടാലി മാർക്ക് അല്ലെങ്കിൽ ടാലി അടയാളം എന്ന് പറയാം. ഓക്കെ, ടാലി അടയാളം എന്താ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളിങ്ങനെ പിന്നെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1 2 3 4 5 1 2 3 4 5 ഇങ്ങനെ നമ്മൾ 5നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഇതുപോലെയാണ്. 10 ആകുമ്പോൾ ഇതുപോലെയാണ്. അങ്ങനെ ഇടയ്ക്ക് എഴുതലില്ലേ? അതാണ് നമ്മളുടെ ടാലി അടയാളം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഗോൾ എന്താന്ന് വെച്ചാൽ ഇതെന്താണ്? ഓരോ സ്റ്റുഡൻസിന്റെ അല്ലേ? നമ്പർ ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ എണ്ണം. ഓക്കെ, സിമ്പിൾ. നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. സ്കോർസ്, ദെൻ കുട്ടികളുടെ എണ്ണം, ടാലി മാർക്ക് എഴുതാം. ഓക്കെ, സ്കോർസ് എന്താണ്? നമുക്ക് എന്താണോ ഇതിൽ തന്നിട്ടുള്ളത് അത് ആദ്യത്തെ കള്ളിയിൽ എഴുതുക. രണ്ടാമത്തത് ടാലി മാർക്ക് എഴുതുക. മൂന്നാമത്തത് ആരെ മാർക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്? കുട്ടികളുടെ മാർക്കാണ്. അപ്പൊ കുട്ടികളുടെ എണ്ണം എഴുതുക. എന്നിട്ട് ഇവിടെ നോക്ക്. ഏറ്റവും വലിയ നമ്പർ ഇതിൽ ഏതാണടാ? ഏറ്റവും വലിയ നമ്പർ ഇതിൽ ഏതാണ്? യെസ്, 48 ആണ് അല്ലേ നമ്മളുടെ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? 48 വരെ വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സസ് ആയിട്ട് തിരിക്കുക. ഏറ്റവും ചെറിയ നമ്പർ ഏതാ ഉള്ളത്? ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഒരു 10 ആണ് അല്ലേ വരുന്നത്? 10 ആണ് ചെറിയ നമ്പർ. അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് 10 മുതൽ 48 വരെ വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? ക്ലാസ്സസ് ആയിട്ട് തിരിക്കുക അല്ലേ? നമുക്ക് 48 വരെ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. 0 to 10 വരെയുള്ള മാർക്ക് വരെ ഉള്ളവരെ ആദ്യം എഴുതാം. പിന്നെ 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ, ദെൻ 30 മുതൽ 40 വരെ, 40 മുതൽ 50 വരെ. ഓക്കെ, ഇതിൽ ഉൾപ്പെടും അല്ലേ? ഈ മാർക്ക് എല്ലാ മാർക്കും ഇല്ലേ ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും അല്ലെ? ഇനി നിങ്ങൾക്ക് വേണ്ട 0 to 20 വരെ, 20 to 40 വരെ, അങ്ങനെ 20 ഡിഫറൻസ് വരുന്ന 20 വ്യത്യാസം വരുന്ന ക്ലാസ്സസ് ആക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയുള്ള ക്ലാസ്സസ് ആക്കാം. സിമ്പിൾ കാര്യല്ലേ? യെസ്. ഇനി നോക്കാം അല്ലെ? അപ്പൊ എന്താണ്? നമുക്ക് 0 മുതൽ 10 വരെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. എത്ര ആൾക്കാരുണ്ട്? ഇതിൽ 0 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്. 10 വരെ എന്ന് പറഞ്ഞാൽ 10 ഇതിൽ ഉൾപ്പെടൂല കേട്ടോ. 10 വരെ എന്ന് പറഞ്ഞാൽ 9 വരെയുള്ള നമ്പറാണ് നമ്മൾ എടുക്കുക. 10ന്റെ ഉള്ളിലുള്ള നമ്പറാണ് എടുക്കുക. 10 to 20 എന്ന് പറയുന്നതിലായിരിക്കും 10 ഉൾപ്പെടുക. നോക്ക്, ഇവിടെ അല്ല 10 ഉൾപ്പെടുക, ഇവിടെയാണ് 10 ഉൾപ്പെടുന്നത്. സിമ്പിൾ. അപ്പൊ നോക്ക്, 0 മുതൽ 10 വരെയുള്ള ആൾക്കാർ എത്ര ആൾക്കാരുണ്ട്? 0 മുതൽ 10 വരെ 1 2
3 10 അല്ലേ ചെറുത്. ഓക്കെ, 3 ആൾക്കാരാണ് അല്ലേ ഉള്ളത്. അപ്പൊ 3 ടാലി അടയാളം കൊടുത്തു, 3 കൊടുത്തു. ഇനി അടുത്തത് 10 മുതൽ 20 വരെയുള്ള ആൾക്കാർ. 10 മുതൽ 20 വരെ 1 2 3. യെസ്, 3 3 3 3 3 3 4 5 ആള് അല്ലേ. 5. അതാ ഇവിടെയുണ്ട് 6. വേറെ എവിടെ ഉണ്ടോ? യെസ്, 6 ആൾക്കാരുള്ളത്. 5 6. ഇവിടെ 6 കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത ഒന്നുകൂടെ മിസ് കണ്ടുതരാം. 20 മുതൽ 30 വരെയുള്ള. 20 മുതൽ 30 വരെ ഇതാ 1 2 3 4 5 6 7 8 9 10. 10 ആൾക്കാർ. അപ്പൊ 1 2 3 4 5 6 7 8 9 10. 10 ആൾക്കാർ. ഇതുപോലെ മക്കൾ എന്ത് ചെയ്യുക? ബാക്കി 30 മുതൽ 40 വരെയുള്ള എത്രയാന്ന് എഴുതുക, 40 മുതൽ 50 വരെയുള്ള എത്രയാന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ടോട്ടൽ ആകെ എഴുതണം. ആകെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടണം എന്നറിയോ? നമുക്ക് ഇവിടെ പറഞ്ഞില്ലേ 30 സ്റ്റുഡൻസ് ആണ് ഉള്ളതെന്ന്. ആ 30 നിങ്ങൾക്ക് ഇവിടെ കിട്ടണം. ഓക്കെ, അങ്ങനെ ആ 30 കിട്ടിയ എൻ്റെ മക്കൾ ഉറപ്പിച്ചോ ഇത് ഫുൾ മാർക്കായി, ഇത് സെറ്റായി, ഇത് കറക്റ്റാണ് നിങ്ങൾ എഴുതിയെന്നുള്ളത്. അപ്പൊ കറക്റ്റ് നോക്കി തന്നെ ചെയ്യാം. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് ഇതാ നോക്ക്, ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി ടേബിളും മാത്രമേ നിങ്ങൾക്ക് എന്തിൽ വരുള്ളൂ? നിങ്ങൾക്ക് എക്സാമിന് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും ചോദിക്കുകയുള്ളൂ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ മക്കൾക്ക് പഠിക്കണ്ടേ? അത് പഠിക്കണമെങ്കിൽ നമ്മൾ ലൈവ് ഉണ്ടാവും. നമ്മളുടെ എക്സാമിന്റെ തലേ ദിവസങ്ങളിലൊക്കെ നമുക്ക് ലൈവ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈവിലൊക്കെ പങ്കെടുക്കുക, രാവിലെയുള്ള റോക്കറ്റ് റിവിഷനിലൊക്കെ പങ്കെടുക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങുക. നമുക്ക് 9ാം ക്ലാസ്സിൽ ഉഷാറായിട്ട് എത്തണം. സോ 30% മാർക്ക് കിട്ടിയിട്ട് 9ാം ക്ലാസ്സിൽ എത്തണം എന്ന് ആഗ്രഹമുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും, ഫുൾ മാർക്ക് കിട്ടണം എന്ന് ആഗ്രഹമുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.